എ ഫാമിലി അഫെയർ. നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമയാണ്, ഒരു റോംകോം സിനിമയാണ്. എനിക്കറിയില്ല, നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ ഇപ്പം ഓൾഡർ വുമൺ യങ്ങർ ബോയ് റിലേഷൻഷിപ്പിലുള്ള സിനിമകളാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈം ഓൾറെഡി ദ ഐഡിയ ഓഫ് യു റിലീസ് ചെയ്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഐഡിയ ഓഫ് യു നിങ്ങൾക്ക് അറിയാം, അതൊരു വലിയ ഫേമസ് നോവലിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സിനിമയായിരുന്നു. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് ആ ഒരു സിനിമയുടെ അതേപോലെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് സിനിമയാണ്, ഇന്നലെയായിരുന്നു സിനിമയുടെ റിലീസ്. സെയിം സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിനിമയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതായത് ഓൾഡർ വുമണാണ്, യങ്ങർ ബോയ് ആണ്, രണ്ടുപേരും സെലിബ്രിറ്റീസ് ആണ്. ഒരാൾ അതായത് ഐഡിയ ഓഫ് യുവിൽ സിംഗർ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു സിനിമ സ്റ്റാർ ആണ്. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ബേസിക്കലി ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി ആണ് പറഞ്ഞു പോകുന്നത്. അവിടെ കുറച്ചും കൂടെ ഒരു ഡ്രാമ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഒരു കോമഡി ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ കൊള്ളാം, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. നിങ്ങളൊരു റൊമാൻറ്റിക് കോമഡി സിനിമകളൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതെല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നില്ല. ഇതൊരു 13+ സിനിമയാണ്. ഒരു ക്രിഞ്ച് ഫീലിംഗ് ഒക്കെ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, എന്നാലും കണ്ടുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിമ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചില്ല് ചെയ്യാനായിട്ട് സിനിമകൾ കാണുമല്ലോ, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എ ഫാമിലി അഫെയർ എന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്രിസ് എന്ന് പറയുന്ന ഒരു മൂവി സ്റ്റാർ, ക്രിസിൻ്റെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു സാറ എന്ന് പറയുന്ന പെൺകുട്ടി. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ സാറയുടെ അമ്മയാണ് ബ്രൂക്ക് എന്ന് പറയുന്ന റൈറ്റർ. അപ്പം ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ക്രിസും ബ്രൂക്കും തമ്മിൽ ഡേറ്റ് ചെയ്യുന്നു. ഇത് സാറയ്ക്ക്, അതായത് മകൾക്ക് ഇഷ്ടപ്പെടുന്ന യൂഷ്വലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നതും പിന്നെ അത് ബാച്ചപ്പ് ആവുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര ഫണ്ണി ആയിട്ട് കുറേ കോമഡി നിറഞ്ഞ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു എന്താണ്, നമ്മൾ ഐഡിയ ഓഫ് യുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഡിയ ഓഫ് യു കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൽ അത്രയൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ തമാശയായിട്ട് ഓക്കെ ഇത് കോമഡി ആണ് ബേസിക്കലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ജോയിക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം കുറേ വലിയ കാസ്റ്റൊക്കെ വെച്ചിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമയാണ്. ഒരു എൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 5.5 മാക്സിമം വന്നാൽ 6, അതിൽ കൂടുതലൊന്നും ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കില്ല. കാരണം അത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. ഒരു 1.25 മണിക്കൂർ നമ്മളിരുന്ന് വേറെ സിനിമകളൊന്നും കാണാനില്ല, നമുക്കൊരു പുതിയ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മൂവി സ്റ്റാർ എങ്ങനെയാണ്, മൂവി സ്റ്റാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡേറ്റ് ചെയ്യുന്നത്, കുറേ പേരെ ഡേറ്റ് ചെയ്യുന്നു, അവരെല്ലാം ബ്രേക്കപ്പ് ആവുന്നു, എന്നിട്ട് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു, അത് ഈ സാറ കാരണം ഇല്ലാണ്ടാകുമോ എന്നുള്ള സാധനങ്ങളൊക്കെ വരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, സാറ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവൊക്കെ കാണിച്ചു പോകാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ റിലേഷൻഷിപ്പിൻ്റെ സാധനങ്ങളും ഫാമിലിയുടെ കുറേ സാധനങ്ങളും ഒക്കെ ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വലുതായിട്ടൊന്നും വർക്കൗട്ടൊന്നും ആയിട്ടൊന്നുമില്ല ഈ സിനിമ വെച്ച് നോക്കുകയാണെന്ന്. പിന്നെ ഒരു കളർഫുൾ സിനിമ നമ്മളിങ്ങനെ ഇരുന്ന് കാണില്ലേ, അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന, വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് ഞാൻ തവണ പറഞ്ഞത്. ഒരു വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടത് ഫീൽ ചെയ്തത്. അല്ലാതെ നിങ്ങളിത് കണ്ടേ മസ്റ്റ് വാച്ച് ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല. ഐഡിയ ഓഫ് യു വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഡിയ ഓഫ് യു ബെസ്റ്റ് സെല്ലിംഗ് നോവലിൻ്റെ ഒരു ലൈവ് ആക്ഷൻ ആയതുകൊണ്ടും പിന്നെ അതിനകത്ത് അനി ഹാത്തവേ ഉണ്ടായതുകൊണ്ടും ആ സിനിമ ഈസ് ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഇത് ആ ഒരു സിനിമയ്ക്ക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോപ്പി സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, നമ്മളിപ്പം ഒരു സിനിമ ഇൻസ്പയർ ആയിട്ട് അതേപോലെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതേപോലെയാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഇതൊരു യുണീക്ക് സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് പറയേണ്ടത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ തമ്മിലുള്ള ഒപ്പീനിയൻസ് ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയുക നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമ കണ്ടാൽ ഫീൽ ചെയ്യുന്നത്.